എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്, നമുക്കറിയാം നമുക്ക് ഈ ഒരു ഒക്ടോബർ 31 പ്രസിദ്ധീകരിക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷനുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഫിഷറീസ് ഓഫീസർ നോട്ടിഫിക്കേഷൻ. നമുക്കറിയാം ഫിഷറീസിലെ ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. അതുപോലെ തന്നെ സുവോളജി ഡിഗ്രി ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഫിഷറീസ് ഓഫീസർ. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം നല്ലൊരു പോസ്റ്റാണ് ഈ ഒരു ഫിഷറീസ് ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം ഫിഷറീസ് ഓഫീസറിന്റെ നിയമന നിലയാണ്. നമ്മുടെ ഇപ്പോഴത്തെ നിയമന നില, അതുപോലെ നിയമനങ്ങൾ എത്ര പ്രതീക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം 2021 നോട്ടിഫിക്കേഷൻ, അതായത് കഴിഞ്ഞ ഫിഷറീസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് 2021 എന്നാൽ 4 വർഷത്തിന് ശേഷം 2025 അവസാനത്തോടുകൂടി ഫിഷറീസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ പുതിയത് വരികയാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിൽ എത്ര വേക്കൻസിയാണ് പറഞ്ഞിരുന്നത്, ഇതുവരെ എത്ര നിയമനം നടന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെക്ഷനിലൊന്ന് പരിശോധിക്കാം. അപ്പൊ നോക്കിയേ, നമുക്ക് കാറ്റഗറി നമ്പർ 746/2021 ആയിരുന്നു കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ. അപ്പോൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ ഏതായിരുന്നു? 746/2021 ആയിരുന്നു. നമുക്ക് നോക്കിയേ, ഡിപ്പാർട്ട്മെന്റ് നോക്കിയേ, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് ദ പോസ്റ്റ് ഫിഷറീസ് ഓഫീസർ ആണ് നെയിം ഓഫ് ദ പോസ്റ്റ്. സ്കെയിൽ ഓഫ് പേ എത്രയായിരുന്നു? 35,600 to 75,400 ആണ് സ്കെയിൽ ഓഫ് പേ. 35,600 ടു ഒരു ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ആണ്. 35,600 ബേസിക് പേ ആണ്. 35,600 ടു 75,400 വരെയാണ് ബേസിക് പേ വരുന്നത്. അതോടൊപ്പം തന്നെ അതിൽ കഴിഞ്ഞ തവണ നമ്പർ ഓഫ് വേക്കൻസി കൊടുത്തിട്ടുണ്ടായിരുന്നു. 28 വേക്കൻസിയാണ് നമ്പർ ഓഫ് വേക്കൻസി കൊടുത്തത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ 2021 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എത്ര വേക്കൻസിയാണ് പറഞ്ഞിരുന്നത് എന്ന് നോക്കാം. ഓക്കെ, 28 വേക്കൻസിയാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ലിസ്റ്റ് തീരാൻ ഇനിയും എനിക്ക് തോന്നുന്നു 1 വർഷം സമയമുണ്ട്. അപ്പം അതിന് മുമ്പായിട്ടാണ് ഇപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പം ലിസ്റ്റ് തീരാൻ എത്ര സമയം ബാക്കിയുണ്ടെന്നും ഇതുവരെ എത്ര നിയമനം നടന്നെന്നും നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പം നോക്കിയേ, നമ്മുടെ പോസ്റ്റ് നോക്കിയേ, ഫിഷറീസ് ഓഫീസർ, ഡിപ്പാർട്ട്മെന്റ് ഫിഷറീസ് ആണ്. നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്ന ഡേറ്റ് നോക്കിയേ, 6/12/2023 നമുക്ക് എന്ത് വന്നേക്കുന്നത്, നമ്മുടെ ലിസ്റ്റ് വന്നേക്കുന്നത്. അപ്പൊ ലിസ്റ്റിന്റെ കാലാവധി നമുക്കറിയാം 3 വർഷ കാലാവധിയാണ്. കേരള PSCയുടെ ഫോഴ്സ് ഒഴികെയുള്ള എല്ലാ ലിസ്റ്റുകളുടെയും കാലാവധി എത്ര? 3 വർഷത്തെ കാലാവധിയാണ്. അപ്പൊ നമുക്ക് 6/12/2026 ഈ ലിസ്റ്റ്, നിലവിലെ ഫിഷറീസ് ഓഫീസറിന്റെ ലിസ്റ്റ് റദ്ദാവും. എന്നാണ് റദ്ദാവുന്നത്? 6/12/2026 എന്ത് റദ്ദാവും? നിലവിലെ ഫിഷറീസ് ഓഫീസറിന്റെ ലിസ്റ്റ് റദ്ദാവും. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പം നോട്ടിഫിക്കേഷൻ വന്നു, അതിൻ്റെ പരീക്ഷ നടന്നു. ഒരു 6 മാസം നമുക്ക് പരീക്ഷയ്ക്ക് കിട്ടും. 6 മാസത്തിനുള്ളിൽ പരീക്ഷ നടന്നു, അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു. ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ശേഷം അതിൻ്റെ എന്ത് വന്നു, നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു റാങ്ക് പട്ടിക റദ്ദാകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പുതിയ പരീക്ഷയുടെ റാങ്ക് പട്ടിക പ്രാബല്യത്തിൽ വരുന്ന രീതിയിലാണ് ഇപ്പോൾ കേരള PSC കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കുന്നത്, പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, നമുക്ക് 6/12/2023 വന്ന റാങ്ക് പട്ടിക 6/12/2026 അവസാനിക്കും അല്ലേ? നമുക്ക് ഒരു വർഷം കൂട്ടിയാൽ മതി. ഒരു വർഷം കൂടി നമുക്ക് എന്തുണ്ട്, ഈ ഒരു റാങ്ക് ലിസ്റ്റിന് എന്തുണ്ട്, വാലിഡിറ്റി ഉണ്ട്, പ്രാബല്യത്തിലുണ്ട്. അപ്പൊ നോക്കിയേ, ഇതുവരെ നടന്നിരിക്കുന്ന നിയമനം, ഇന്ന് വരെ നടന്നിരിക്കുന്ന നിയമനം നോക്കിയേ, ടോട്ടൽ അഡ്വൈസ് 79 അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ 28 നമുക്ക് പല ഉദ്യോഗാർത്ഥികളും പല ആളുകളുടെയും ഒരു എന്താ പറഞ്ഞ ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു ആശങ്കയാണ്. ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ചെറിയ ഏതെങ്കിലും ഒരു ഫിഗർ ആണെന്നുണ്ടെങ്കിൽ ആ പരീക്ഷയ്ക്ക് അവർ പഠിക്കത്തില്ല, പരീക്ഷ എഴുതത്തില്ല. നമുക്കൊരു 10 വേക്കൻസിയാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ആ 10 പേരിൽ എന്തായാലും വരത്തില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് പഠിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലാണ് പലരും എത്തുക. അപ്പോൾ അതല്ല അതിൻ്റെ യാഥാർത്ഥ്യം. നമുക്കറിയാം, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആ സമയത്ത് എണ്ണപ്പെട്ട വേക്കൻസികൾ മാത്രമേ കൊടുക്കത്തുള്ളൂ. അതിനുശേഷം 3 വർഷത്തെ റാങ്ക് പട്ടികയുടെ കാലാവധിയാണുള്ളത്. ആ 3 വർഷത്തിൽ നമുക്കറിയാൻ പറ്റത്തില്ല എത്രത്തോളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെയൊക്കെ ഭാഗ്യവശാൽ ഒരുപാട് വേക്കൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും റിട്ടയർമെന്റ് വേക്കൻസികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ അതിൽ കയറി പോകും. അപ്പോൾ അതുകൊണ്ട്
ഏതെങ്കിലും ഒരു ഫിഗർ കണ്ടിട്ട്, നോട്ടിഫിക്കേഷനിൽ ഏതെങ്കിലും ഒരു ചെറിയ ഫിഗർ കണ്ടിട്ട് നിങ്ങൾ പരീക്ഷ എഴുതാതിരിക്കരുത്, പഠിക്കാതിരിക്കരുത്. അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. നമുക്കൊരു 10 വേക്കൻസി വന്നു, 5 വേക്കൻസി വന്നു. ഈ 5 വേക്കൻസി അതിൽ ഒന്ന് എനിക്കുള്ളതാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പഠനം ആരംഭിക്കേണ്ടത്, അല്ലേ? അപ്പോൾ ആ 5 വേക്കൻസി എന്നുള്ള 5 അല്ല വേക്കൻസികളുടെ എണ്ണം നന്നായിട്ട് കൂടും. 3 വർഷത്തെ റിട്ടയർമെന്റ് വേക്കൻസി, ഫ്രഷ് വേക്കൻസികൾ, പുതിയ പ്രൊജക്റ്റുകളൊക്കെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ഫ്രഷ് വേക്കൻസികളൊക്കെ എന്തുണ്ടാവാം, ജനറേറ്റ് ചെയ്യപ്പെടാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ വേക്കൻസി നോക്കി പഠിക്കാനിരിക്കരുത്. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്, ഏറ്റവും വലിയ മണ്ടത്തരം. അപ്പം ഇത് തന്നെ നിങ്ങൾ നോക്കിയേ, 28 വേക്കൻസി പറഞ്ഞിട്ട് 2 വർഷം ആയപ്പോഴത്തേക്ക് 79 അഡ്വൈസ് പോയി എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ നോട്ടിഫിക്കേഷനിൽ വരുന്ന വേക്കൻസിയും ആക്ച്വൽ വേക്കൻസിയും തമ്മിൽ ബന്ധമില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? 5 വേക്കൻസിയാണ്, 2 വേക്കൻസിയാണ്, 3 വേക്കൻസിയാ പറഞ്ഞേക്കുന്നേ. പഠിക്കുക, ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി പഠിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പായിട്ടും നിങ്ങൾക്ക് റാങ്ക് പട്ടികയിൽ ഇടം നേടാനും പറ്റും, ജോലി കിട്ടുകയും ചെയ്യും. അങ്ങനെ കിട്ടിയ ഒരുപാട് പേരുടെ കഥകൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഓരോ കാറ്റഗറി വൈസ്. നമുക്കിനി ഈ ഒരു 79 ടോട്ടൽ അഡ്വൈസിൽ എത്ര അഡ്വൈസ് ഓപ്പൺ പോയിട്ടുണ്ടെന്ന് നോക്കാം. നോക്കിയേ, 79 ടോട്ടൽ അഡ്വൈസ് പോയെന്ന് നമ്മൾ പറഞ്ഞു. ഓപ്പൺ എത്ര പോയി? 65ാമത് ഓപ്പൺ വരെ പോയി. 65ാമത് കിടന്ന ഓപ്പൺ പോയിട്ടുണ്ട്. SC ഷെഡ്യൂൾഡ് കാസ്റ്റ് 75 വരെ പോയി. ഷെഡ്യൂൾഡ് കാസ്റ്റ് 75 വരെ പോയിട്ടുണ്ട് കേട്ടോ. ഓപ്പൺ 65 വരെ, SC 75 വരെ പോയി. ST ഷെഡ്യൂൾഡ് ട്രൈബ്സ് അവര് സപ്ലിമെന്ററി ലിസ്റ്റിൽ 5 വരെ പോയിട്ടുണ്ട്. സപ്ലിമെന്ററി ലിസ്റ്റിലെ 5ാമത് കിടന്ന ആളും പോയിട്ടുണ്ട്. മുസ്ലിം 105 വരെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ EWS നമുക്ക് നോക്കി, EWS 109 കേട്ടോ. EWS 109 നമുക്കറിയാം. EWS ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് ഒരു വലിയ അവസരമാണ് ഇങ്ങനെയുള്ള പരീക്ഷകളൊക്കെ. അപ്പൊ EWS നോക്കി, 109ാമത് കിടന്ന EWSകാരൻ പോയിട്ടുണ്ട്. 109ാമത് കിടന്ന EWSകാരൻ പോയിട്ടുണ്ട്. 109ാമത് കിടന്ന എക്കണോമിക്കലി വീക്കർ സെക്ഷൻകാരൻ എവിടെ പോയിട്ടുണ്ട്? ഈ പറഞ്ഞ ടോട്ടൽ അഡ്വൈസിനകത്ത് കയറി പോയിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം 2 വർഷ കാലയളവായപ്പോൾ 79 ടോട്ടൽ അഡ്വൈസ് നടന്നു. ഓപ്പൺ 65 വരെ പോയി. ഓരോ കാറ്റഗറി അത്യാവശ്യം നന്നായിട്ട് നിയമനം നടന്നു. EWS ആണ് ഏറ്റവും വലിയ പ്രത്യേകത. EWS 109ാമത് കിടന്ന EWSകാരനും പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് EWSകാരെയൊക്കെ സംബന്ധിച്ച് അത്യാവശ്യം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് നമുക്ക് സപ്ലിമെന്ററി ലിസ്റ്റ് വന്നാലും നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങളെ കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഫിഷറീസ് ഓഫീസർ പരീക്ഷയുടെ കഴിഞ്ഞ തവണത്തെ നിയമന നിലയെന്ന് പറയുന്നത്. ഇതാണ് നിയമന നില. അത്യാവശ്യം നല്ല നിയമനങ്ങൾ ഇനിയും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ തന്നെ നിയമനം വരുന്ന ലിസ്റ്റിലും ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആത്മാർത്ഥമായി പഠനം ആരംഭിക്കുക. നമുക്കറിയാം നമ്മുടെ സിലബസ് 14 മൊഡ്യൂൾസ് ഉള്ളൊരു സിലബസാണ് നമുക്ക് വന്നിരിക്കുന്ന സിലബസ്. ആ ഒരു സിലബസ് പ്രകാരം ആ സിലബസിനെ അരച്ച് കലക്കി നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ചാൽ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ, ഓരോ മൊഡ്യൂൾസിൻ്റെയും മാക്സിമം മോക്ക് എക്സാമുകൾ ചെയ്താൽ, നമുക്ക് ലൈവ് ഡിസ്കഷൻസ് ചെയ്താൽ, നമ്മുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയാൽ, അത്യാവശ്യം നന്നായിട്ട് ഫോക്കസ് ചെയ്താലൊക്കെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ഫിഷറീസ് ഓഫീസർ പരീക്ഷ. സുവോളജിക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു മേഖലയോട് വലിയൊരു നമുക്ക് കുറേ സബ്ജക്റ്റുകളും ഒക്കെ ആയിട്ട് ബന്ധമില്ലെങ്കിൽ പോലും നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ മുന്നിലെത്താൻ കഴിയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ ഒരു മേഖല നിങ്ങൾ ഈ പറഞ്ഞ ഫിഷുമായിട്ട് മാത്രമല്ല, ഇത് ഫിഷുമായിട്ട് മാത്രം പഠിക്കുന്ന, ഫിഷിൻ്റെ കാര്യങ്ങൾ മാത്രം, ഫിഷറീസുമായിട്ട് മാത്രം പഠിക്കുന്ന ഒരു മേഖലയാണ്. എങ്കിൽ പോലും നിങ്ങളെ ഈ ഒരു പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് പറ്റുന്ന ഒരു സബ്ജക്റ്റുകളും കാര്യങ്ങളും ഒക്കെ കൂടിയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ കൂടി ഈ ഒരു പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുക. മാസ്റ്റർ കീ അക്കാഡമിയുടെ ഏറ്റവും പുതിയ ബാച്ചുകൾ നമുക്ക് നവംബർ ആദ്യം തന്നെ ആരംഭിക്കുകയാണ്. അതിനു മുമ്പായിട്ടൊരു ഫ്രീ വെബിനാർ ഉണ്ടാവും. ആ വെബിനാറിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? സംശയങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് നമ്മൾ പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുക? ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് മുൻകൂട്ടി നമ്മൾ അറിഞ്ഞു. ഇപ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ എല്ലാവരും എടുത്ത്, നോട്ടിഫിക്കേഷൻസും സിലബസും ഒക്കെ എടുത്ത് വെക്കുക. സിലബസ് പ്രകാരം നമ്മൾ കയ്യിലുള്ള നോട്ട്സ് ഒക്കെ വെച്ച് പഠനം ആരംഭിക്കുക. മാസ്റ്റർ കീ അക്കാഡമിയുടെ ഏറ്റവും പുതിയ ബാച്ചുകൾ നവംബറിൽ ഫസ്റ്റ് വീക്കിൽ ആരംഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ വിളിക്കാം.
ജോയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വെബിനാറിൻ്റെ കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്. അതുവഴി നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ അവസരമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അവസരങ്ങളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുക. മാക്സിമം ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഫോക്കസ് ചെയ്തവർക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഫോക്കസ് ചെയ്തിരുന്ന് പഠിച്ചാൽ നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ ഉണ്ടെങ്കിൽ മറ്റൊരിടത്തോട്ടും വ്യതിചലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾ സുവോളജിക്കാരും ഫിഷറീസുകാരും മാത്രമേ ഉള്ളൂ ഈ പരീക്ഷയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് വളരെ എണ്ണത്തിൽ വളരെ കുറവായിരിക്കും ആപ്ലിക്കൻസ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഞങ്ങളുടെ വെബിനാർ ഗ്രൂപ്പിലേക്ക് ഞങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ആ വെബിനാർ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. അതുവഴി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക, വെബിനാറുകൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഈ ഒരു പരീക്ഷ നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.